ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ SMC ലേണിംഗ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്ട്രാറ്റജി എന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു സ്ട്രാറ്റജി തന്നെയാണ്. അതിൻ്റെ ഒരു അഡ്വാൻസ് ലെവലാണ് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. അതായത് ബേസ് ടു അഡ്വാൻസ് ലെവൽ. അവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമ്മളവിടെ നിർത്തിയെങ്കിലും ഇവിടെ ക്ലിയർ ആയിട്ട് A to Z, ഈ ഒരു സ്ട്രാറ്റജിയുടെ A to Z നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ പ്രൊഫഷണൽ ട്രേഡേഴ്സ് ഉൾപ്പെടെ യൂസ് ചെയ്യുന്ന വളരെയധികം വിൻ റേറ്റ് കൂടിയ ഒരു സ്ട്രാറ്റജിയാണ് ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഓർഡർ ബ്ലോക്സുകൾ യൂസ് ചെയ്തുകൊണ്ട് എൻട്രികൾ എടുക്കുക. ഓക്കെ, ഒരേ ടൈമിൽ തന്നെ എൻട്രികൾ സെറ്റ് ചെയ്ത് മാറുക എന്നുള്ളതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രത്യേകത എന്നുള്ളത്. ഓക്കെ, അപ്പം ഓർഡർ ബ്ലോക്ക് ട്രേഡിംഗ് പ്ലാൻ. ഓക്കെ, ഫസ്റ്റ് വൺ, അനലൈസ് ദ മാർക്കറ്റ് സ്ട്രക്ചർ, mark order block, wait for a pullback, wait for a choice confirmation, enter at lower time frame order blocks. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് നല്ല എൻട്രികൾ കിട്ടും. ഓക്കെ, അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ട്രേഡിംഗ് പ്ലാൻ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ആൻ ഓർഡർ ബ്ലോക്ക്? ഓർഡർ ബ്ലോക്ക് ആർ എസെൻഷ്യലി ഒപ്റ്റിമൈസ്ഡ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഏരിയാസ്. ഓക്കെ, അതായത് ഒരു ഓർഡർ ബ്ലോക്സ് ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? സപ്ലൈയും ഡിമാൻഡും ഉള്ള ഏരിയകളിൽ നിന്നാണ് ഒരു ഓർഡർ ബ്ലോക്സുകൾ ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, അതായത് സപ്ലൈയും ഡിമാൻഡും ഇല്ലാത്ത ഏരിയയിൽ നമ്മൾ ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ഒന്നുകിൽ സപ്ലൈ വേണം അല്ലെങ്കിൽ ഡിമാൻഡ് വേണം, എന്നാലേ ആ ഒരു പ്രൈസ് റേഞ്ചിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ചധികം ഡിമാൻഡുള്ള ഏരിയകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ട് ഇവിടെയൊക്കെ ഡിമാൻഡായി നിങ്ങൾക്ക് കാണാൻ പറ്റും. മാർക്കറ്റ് പുൾ ബാക്ക് ചെയ്ത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്ന് എന്താണ് അപ്സൈഡിലോട്ട് മൂവ് ചെയ്ത് പോയിട്ടുണ്ട്. സോ അതുപോലത്തുള്ള ഏരിയകളാണ് നമ്മളിവിടെ ഡിമാൻഡായിട്ട് നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പം സപ്ലൈ അല്ലെങ്കിൽ ഡിമാൻഡൊക്കെ നമുക്ക് എങ്ങനെ നോക്കാം, എങ്ങനെ നമുക്ക് നല്ല വാലിഡ് ആയിട്ടുള്ള സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഏരിയാസ് കണ്ടുപിടിക്കാം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സപ്ലൈയും ഡിമാൻഡിൽ നിന്നും ഓർഡർ ബ്ലോക്സിലോട്ട് എത്തുക എന്നുള്ളതാണ് നമ്മളുടെ എയിം എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡിമാൻഡ് സോൺ ഹൈലൈറ്റ് ഏരിയാസ് വേർ വി എക്സ്പെക്ട് ബയേഴ്സ് ടു സ്റ്റെപ്പ് ബാക്ക് ഇൻ ടു ദ മാർക്കറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഡിമാൻഡ് സോൺ ഹൈലൈറ്റ് ചെയ്യുന്ന ഏരിയകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്താണ്? ഒരു ബയേഴ്സ് മാർക്കറ്റിലോട്ട് റീ എൻറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റെപ്പ് ബാക്ക് ഇൻ ടു ദ മാർക്കറ്റിലോട്ട് തിരിച്ചെത്തുന്ന ആ ഒരു ഏരിയകളാണ് എന്താണ് ബയേഴ്സ് ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സപ്ലൈ എന്താണെന്ന് നിങ്ങൾക്കറിയാം. മാർക്കറ്റ് എന്താണ്? റെസിസ്റ്റൻസ് പോലെ ആക്ട് ചെയ്യുന്ന ഏരിയകളാണ് സപ്ലൈ ഏരിയ എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റ് എന്താണ്? താഴോട്ട് ഡൗൺ സൈഡിലോട്ട് മൂവ് ചെയ്ത് വരുന്ന മാർക്കറ്റിൽ ചില പ്രൈസ് റേഞ്ചുകളിൽ എത്തുമ്പോൾ മാർക്കറ്റിന് എന്താണ് അവിടെ സപ്ലൈ ഉണ്ടായിരിക്കും. ആ സപ്ലൈ നല്ല രീതിയിൽ ആക്ട് ചെയ്യുമ്പോൾ മാർക്കറ്റ് താഴോട്ട് മൂവ് ചെയ്ത് വരും. ഇത് ജസ്റ്റ് ഞാൻ ബേസാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, സപ്ലൈ സോൺ ഹൈലൈറ്റ് ഏരിയാസ് വെയർ വി എക്സ്പെക്ട് സെല്ലേഴ്സ് ടു റീ എൻറ്റർ ദ മാർക്കറ്റ്. സപ്ലൈ സോൺ ഹൈലൈറ്റ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത് സെല്ലേഴ്സ് റീ എൻറ്റർ ചെയ്യുന്ന ആ ഒരു പ്രൈസ് റേഞ്ചുകളാണ് എന്താണ് സപ്ലൈ സോൺ ഹൈലൈറ്റ് ചെയ്യുന്ന ഏരിയകൾ. ഓക്കെ, ഇനി ഓർഡർ ബ്ലോക്സ് ആർ എ ടൈപ്പ് ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺ. ദേ ഫോം വെൻ എ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ഓർ സെല്ലേഴ്സ് എൻ്റർ ദ മാർക്കറ്റ് ക്രിയേറ്റിംഗ് എ പ്രൈസ് ഇംബാലൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്താണ് ഓർഡർ ബ്ലോക്ക് എന്നുള്ളത്. ഓർഡർ ബ്ലോക്കിൻ്റെ ആ ഒരു മെയിൻ ആയിട്ടുള്ള എയിം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ എന്താണ് വലിയ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സഹിതം അല്ലെങ്കിൽ ബാങ്ക്സ് പോലുള്ള എന്താണ് ട്രേഡ് ചെയ്യുന്ന ആ ഒരു ഏരിയയാണ്. ഓക്കെ, എന്തെന്ന് പറയുന്നത് നമ്മളൊരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രൈസ് റേഞ്ചുകൾ എന്ന് പറയുന്നത് ആ ഒരു പ്രൈസ് റേഞ്ചുകളിൽ എന്താണ് ബാങ്ക്സുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് ചെയ്തിട്ടുണ്ടാകണം. എന്നാലേ നമുക്ക് ആ ഒരു ഫുട് പ്രിൻ്റ് കണ്ടെത്തി നമുക്ക് ആ ഒരു ഏരിയയിൽ എൻട്രി എടുത്ത് നമുക്ക് മാറാൻ പറ്റൂ. ഓക്കെ, ഇനി എങ്ങനെ നമുക്ക് ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് എത്താം? ഫസ്റ്റ് കാര്യം, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഒരു ബാക്കി കാര്യങ്ങളിലോട്ട് വരാം. അതായത് ഈ ഒരു കാര്യം നമ്മൾ ബേസിൽ നിന്നും അഡ്വാൻസിലോട്ട് പോകുമ്പം അത്രയും ക്ലിയർ ആയിരിക്കും കാര്യം. ഓക്കെ, ഫസ്റ്റ് വൺ, ഇംബാലൻസ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരിടത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഫസ്റ്റ് വൺ എന്ത് വേണം? ബ്രേക്ക് ഓഫ് സ്ട്രക്ചേഴ്സ് വേണം, അതുപോലെ തന്നെ FVG വേണം.
അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് FEG അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നുള്ള കാര്യം. ഒരു 3 ക്യാൻഡിൽ പാറ്റേൺ ആണ് ഫസ്റ്റ് വൺ FEG എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ആയിരിക്കണം. ആ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ആകുമ്പോഴാണ് ആ ഒരു ഇംബാലൻസ് സ്റ്റാർട്ടായിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ എന്താണ് ഇവിടെ ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ FEG ഉണ്ട്. സോ നമ്മൾ ഇവിടെ ഈ ഒരു സ്റ്റാർട്ടിങ് ക്യാൻഡിൽ നമ്മളിവിടെ എന്തായിട്ട് എടുത്തു, ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുത്തു. അതിപ്പം ഏത് ക്യാൻഡിലായാലും മാറ്റർ അല്ല. ഓക്കെ, ഇവിടെ നമ്മൾ ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുത്തു. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു പിക്ചർ നമ്മൾ കാണിച്ചിട്ടുണ്ട്, ആ ഒരു ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എന്താണ് ഓർഡർ ബ്ലോക്ക്, എങ്ങനെ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് എത്താം? ഓക്കെ, അപ്പം എന്താണ് വേണ്ടത്, ഫെയർ വാല്യൂ ഗ്യാപ്പ് വേണം. സോ അതിന് ഫസ്റ്റ് ക്യാൻഡിൽ, ഓക്കെ, ആ ഒരു ഇംബാലൻസ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ എന്തായിട്ട് എടുത്തു, ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമ്മൾ എടുത്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുത്തിട്ടുള്ള ക്യാൻഡിൽസ് റെഡ് ക്യാൻഡിൽസ് ആകാം, അല്ലെങ്കിൽ ഗ്രീൻ ക്യാൻഡിൽസ് ആകാം, അല്ലെങ്കിൽ ഡോജി ക്യാൻഡിൽസ് ആവാം. ആ ഒരു ക്യാൻഡിൽസ് ഏതായാലും മാറ്റർ അല്ല, നമുക്കിവിടെ എന്താണ് ഓർഡർ ബ്ലോക്സ് ആയിട്ട് എടുക്കാൻ കഴിയും. ഇനി നെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് എന്താണ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തുകൊണ്ട് ഇംബാലൻസ് തന്ന് മുകളിലോട്ട് മൂവ് ചെയ്ത് പോയേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്താണ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു മാർക്കറ്റ്, ഇവിടെ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ആയി. നെക്സ്റ്റ് ക്യാൻഡിൽ മാർക്കറ്റ് എന്താണ് ലിക്വിഡിറ്റി ഗ്രാപ്പ് ചെയ്തു, പമ്പ് ചെയ്തു, ഇംബാലൻസ് തന്നു, മാർക്കറ്റ് മൂവ് ചെയ്തു. അപ്പം ഇവിടെ ഓർഡർ ബ്ലോക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ക്യാൻഡിൽ മാത്രമായിട്ട് ഇവിടെ ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് ഈ ഒരു വിക്കിൻ്റെ ഈ ഒരു എൻഡ് വരെ നിങ്ങൾ എന്താണ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇത് ജസ്റ്റ് ബേസ് ആണ്. ഇതെല്ലാം കൂടെ വെച്ചിട്ട് എങ്ങനെ ഒരു മാർക്കറ്റിലൊരു കിടിലം ട്രേഡിംഗ് പ്ലാൻ സെറ്റ് ചെയ്യാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മാർക്കറ്റ് ഒരു അപ്പ് സൈഡിലോട്ട് മൂവ് ചെയ്ത് പോകുന്ന മാർക്കറ്റാണ്. ഹയർ ഹൈ ഹയർ ലോ ഒക്കെ തന്ന് മൂവ് ചെയ്ത് കയറി പോകുന്ന ഒരു മാർക്കറ്റാണ്. ഈ ഒരു മാർക്കറ്റിൽ എന്താണ് നമ്മൾ ഇവിടെ ഒരു ക്യാൻഡിൽ നമ്മൾ എന്തായിട്ട് എടുത്തു, ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുത്തു. അതിനുശേഷം എന്താണ് ഇവിടുത്തെ ഒരു ക്യാൻഡിൽ നമ്മൾ ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ആ ഒരു എന്താണ് ഒരു ലോജിക്ക് എന്ന് പറയാൻ വേണ്ടി ജസ്റ്റ് എടുത്തിരിക്കുന്നതാണ്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയപ്പോൾ എന്താണ് നിങ്ങൾ കണ്ടത്, ഇവിടെ ഒരു ചെറിയൊരു ഓർഡർ ബ്ലോക്കാണ്. എന്താണ് ചെറിയൊരു ഓർഡർ ബ്ലോക്കാണ്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് ഒരു വലിയ ഒരു ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, അപ്പോൾ ഒരു ചെറിയൊരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു വലിയ ഓർഡർ ബ്ലോക്ക്, ഈ ഒരു വലിയൊരു ഓർഡർ ബ്ലോക്ക് ആകുമ്പോൾ നിങ്ങൾ മിനിമം ഒരു എൻട്രി എടുക്കുമ്പോൾ ആ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ആ ഒരു എന്താണ് ആ ഒരു മിഡിൽ പോർഷനിൽ എത്തിയതിന് ശേഷം നിങ്ങൾ എൻട്രി എടുക്കുക. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ക്യാൻഡിലിന് താഴെയായിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു ഓർഡർ ബ്ലോക്ക് ആണെങ്കിൽ എന്താണ് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻട്രി പുഷ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഓർഡർ ബ്ലോക്കിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് എന്താണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം വലിയ ഓർഡർ ബ്ലോക്സുകൾ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ എന്താണ് ആ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ കുറച്ചൊക്കെ മാറ്റം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം ഇവിടെ നമ്മളുടെ ആ ഒരു ടു ഇസഡ് ബേസായിട്ടുള്ള ആ ഒരു കാര്യം മൊത്തം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് ഒരു അപ്പ് സൈഡിലോട്ട് മൂവ് ചെയ്ത് ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പോകുന്ന മാർക്കറ്റാണ്. ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇംബാലൻസ് ഉള്ള ഒരു ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരു FEG ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു 3 ക്യാൻഡിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരു 3 ക്യാൻഡിൽ പാറ്റേൺ ഇവിടെ FEG ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ ഒരു FEG ക്രിയേറ്റ് ആയതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു ക്യാൻഡിൽ നമ്മൾ എന്തായിട്ട് എടുത്തു, ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്ത് താഴോട്ട് പോയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇത് ജസ്റ്റ് ബേസാണ്. ഇതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള അഡ്വാൻസ് എന്താണെന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിലല്ല ഈ ഒരു എൻട്രിയിലോട്ട് നമ്മൾ പോകുന്നത്. അപ്പം അതിന് നമ്മൾ കറക്റ്റായിട്ടുള്ള ടൈം ഫ്രെയിംസും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യണം. ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് ലോവർ ടൈം ഫ്രെയിമിലോട്ട് വേണം. കറക്റ്റ് സമയത്ത് നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഓർഡർ ബ്ലോക്ക് ട്രേഡിംഗ് പ്ലാൻ. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്താണ് ക്ലിയർ ആയിട്ട് നമുക്ക് എങ്ങനെ ആ ഒരു ട്രേഡിംഗ് എൻട്രിയിലോട്ട് നമുക്ക് എത്താമെന്നുള്ള കാര്യം നോക്കാം. അപ്പം അനലൈസ് ദ മാർക്കറ്റ് സ്ട്രക്ചർ, മാർക്ക് ഓർഡർ ബ്ലോക്സ്, വെയിറ്റ് ഫോർ എ പുൾ ബാക്ക്, വെയിറ്റ് ഫോർ എ ചോച്ച് കൺഫർമേഷൻ, എൻ്റർ അറ്റ് ലോവർ ടൈം ഫ്രെയിം ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഇനി എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു ടൈം ഫ്രെയിം. ഈ ഒരു ഓർഡർ ബ്ലോക്ക് ട്രേഡിംഗ് പ്ലാൻ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഹയർ ടൈം ഫ്രെയിമും അതുപോലെ തന്നെ ലോവർ ടൈം ഫ്രെയിമും നമുക്ക് വേണം.
ഓക്കെ, ഹയർ ടൈം ഫ്രെയിമിൽ നിന്നും ലോവർ ടൈം ഫ്രെയിമിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലാണ് നമ്മളെ ചാർട്ട് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, കൺഫർമേഷനും എൻട്രിയും എന്നുള്ളത് എപ്പോഴായിരിക്കണം? ഒരു ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൊണ്ടുവരാൻ വേണം. അപ്പോൾ മെയിൻ ചാർട്ട് അനലൈസ് 1 hourലാണെങ്കിൽ നിങ്ങൾ മിനിമം ഒരു 5 minutes നിങ്ങൾക്ക് ആ ഒരു എൻട്രി ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മെയിൻ ചാർട്ട് അനലൈസ് 50 minutesലാണെങ്കിൽ നിങ്ങൾക്ക് 1 minute കൺഫർമേഷനും എൻട്രി നോക്കാൻ പറ്റും. അതുപോലെ തന്നെ മെയിൻ ചാർട്ട് അനലൈസ് 4 hourലാണെങ്കിൽ നിങ്ങൾക്ക് 50 minutes നിങ്ങൾക്ക് ആ ഒരു കൺഫർമേഷനും എൻട്രിയും നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഇതിൽ ഏറ്റവും ബെറ്ററായിട്ട് നിങ്ങൾക്ക്, അതായത് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായിട്ട് ഏത് ടൈം ഫ്രെയിമാണ് നിങ്ങൾ നോക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആ ഒരു എൻട്രികൾ പുഷ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇവിടെ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് 1 hour to 5 minutes അതുപോലെ തന്നെ 4 hour to 50 minutes ആയിരിക്കും. ഓക്കെ, അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നിന്നും ലോവർ ടൈം ഫ്രെയിമിലോട്ട് നിങ്ങൾക്ക് എൻട്രി നോക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളൊരു ഹയർ ടൈം ഫ്രെയിമിൽ ഒരു 4 hour ഒക്കെ ചൂസ് ചെയ്യുകയാണ്. ആ ഒരു 4 hourൽ നിന്നും ഏകദേശം പിറകിലോട്ട് ഒരു 2 ഇരട്ടിയെങ്കിലും പിറകിലോട്ട് പോയതിന് ശേഷമുള്ള ആ ഒരു ടൈം ഫ്രെയിം, ലോവർ ടൈം ഫ്രെയിം നിങ്ങൾ ചൂസ് ചെയ്യുക. അതാണ് ഞാൻ ഇവിടെ × 2 എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഓർഡർ ബ്ലോക്ക് ട്രേഡിംഗ് പ്ലാൻ നിങ്ങൾക്ക് ഫോറക്സിലും അതുപോലെ തന്നെ ക്രിപ്റ്റോയിലും അതുപോലെ തന്നെ സ്റ്റോക്സിലും അതർ മാർക്കറ്റ്സിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാര്യം മാർക്കറ്റ്സിലെല്ലാം എന്താണുള്ളത്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ബാങ്കുകൾ മാർക്കറ്റിൽ കിടന്ന് നല്ല രീതിയിൽ വർക്കാകുന്നുണ്ട്. സോ നമുക്കിത് ഫോറക്സിലും ക്രിപ്റ്റോയിലും സ്റ്റോക്സിലും മറ്റ് ഇൻഡെക്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഓർഡർ ബ്ലോക്ക് ട്രേഡിംഗ് പ്ലാൻ. ഈ ഒരു ട്രേഡിംഗ് പ്ലാനിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട കാര്യം അനലൈസ് ദ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കുക. ഓക്കെ, മാർക്കറ്റ് ഒരു ഹയർ ഹൈ ഒക്കെ തന്നു പോവുകയാണെങ്കിൽ മാർക്കറ്റ് എന്താണ്? അപ് ട്രെൻഡിലും അതുപോലെ തന്നെ ലോവർ ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്തു വരുന്ന മാർക്കറ്റാണെങ്കിൽ അത് ഡൗൺ ട്രെൻഡിലും ആണ്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് പ്രീവിയസ് ആയിട്ടുള്ള ആ ലോയൊക്കെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ എന്താണ്? നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടറും കാര്യങ്ങളും ഒക്കെ കിട്ടും. അപ്പോൾ നമുക്കിവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്താണ്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്താണെന്നുള്ള കാര്യം പറയാം. നമുക്കറിയാം. ഓക്കെ, അപ്പം ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഫസ്റ്റ് വൺ എന്താണ്? മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മളുടെ ആ ഒരു എൻട്രി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ തന്ന് അപ്പ് സൈഡിലോട്ട് മൂവ് ചെയ്തു പോയ മാർക്കറ്റ് ഏതെങ്കിലും ഒരു പ്രൈസ് റേഞ്ചിൽ നിന്നും അല്ലെങ്കിൽ ഒരു സപ്ലൈ ഉള്ള ഒരു പ്രൈസ് റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ആ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടണം. ആ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് കിട്ടി എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറോ കാര്യങ്ങളോ നമുക്ക് കിട്ടി. അങ്ങനെ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടറോ കാര്യങ്ങളോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? ആ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ തന്നെ നമ്മളെന്താണ്? ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ നിന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് മാർക്കറ്റ് പമ്പ് ചെയ്ത് താഴോട്ടിറങ്ങിയ മാർക്കറ്റ് നമുക്കിവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. ഓക്കെ, പമ്പ് ചെയ്തിറങ്ങിയ മാർക്കറ്റാണ്, നമുക്കിവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. അപ്പോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണ്? ഡൗൺ ട്രെൻഡിലാണ്. കറണ്ട് ട്രെൻഡ് ഡൗൺ ട്രെൻഡാണ് മാർക്കറ്റിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ FEGയും കാര്യങ്ങളും ഒക്കെ ഇന്ത്യയിൽ നമുക്കിവിടെ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 3 candle പാറ്റേൺ FEG നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആവും. ആ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഹയർ ടൈം ഫ്രെയിമിൽ ആ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്? ആ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് വന്ന ആ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ അത് നമ്മൾ ജസ്റ്റ് ലോവർ ടൈം ഫ്രെയിമിലോട്ട് മാറ്റുകയും ആ ഒരു ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് എന്താണ്? ഇവിടെ ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു അപ് ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു അപ് ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റും. ശേഷം ആ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ലോവർ ടൈം ഫ്രെയിമിൽ, ഓക്കെ, ആ ലോവർ ടൈം ഫ്രെയിമിൽ ഓർഡർ ബ്ലോക്കിലോട്ട് വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ആ ഒരു ലോവർ ടൈം ഫ്രെയിമിൽ തന്നെ നെക്സ്റ്റ് ഒരു ഓർഡർ ബ്ലോക്കിൽ നമുക്ക് ആ ഒരു എൻട്രി നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയും ക്ലിയർ ആയിട്ട് വരുന്ന ഒരു സ്ട്രാറ്റജിയാണ് എന്തെന്നുള്ളത്? ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി എന്നുള്ളത്. ഓക്കെ, മാർക്കറ്റിൽ വളരെയധികം വർക്കൗട്ട് ആകുന്ന ഒരു സ്ട്രാറ്റജിയാണ് എന്ത്?
ഈ ഒരു ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താണ് ഇതിൻ്റെ ഒരു നിങ്ങൾക്ക് ബേസ് ആയിട്ടൊന്ന് ക്ലിയർ ആയി കാണും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ എന്തൊക്കെ നമ്മൾ നോക്കി, ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ നോക്കിയതിന് ശേഷം മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണെന്ന് നോക്കിയതിന് ശേഷം നമ്മളിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം നെക്സ്റ്റ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. നെക്സ്റ്റ് ആ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയതിന് ശേഷമുള്ള ആ ഒരു ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് നമ്മളിവിടെ എടുത്തു. ആ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു എൻട്രി നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ്, ഇപ്പോൾ ഒരു അപ് ട്രെൻഡിൽ മൂവ് ചെയ്ത് പോകുന്ന മാർക്കറ്റ് ഇങ്ങനെ അപ് ട്രെൻഡ് മൂവ് ചെയ്ത് പോകുന്ന മാർക്കറ്റാണ്. അപ്പോൾ നമുക്കിവിടെ എന്തുണ്ട്, ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹയർ ലോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പോകുന്ന മാർക്കറ്റാണ്. ഇവിടെ മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പം ഹയർ ടൈം ഫ്രെയിമിൽ നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം, അവിടെ ഒരു FEG വേണം. ഒരു FEG വേണം. ആ ഒരു FEG നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയി എന്ന് നിങ്ങൾ വിചാരിക്കുക. ആ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ആ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് വന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ എന്ത് നോക്കുക, മാർക്കറ്റിനെ ആ ഒരു ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൊണ്ടുവരിക. ആ ഒരു ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് എന്ത് കിട്ടുക, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. മാർക്കറ്റ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്തു. ഓക്കെ, ഇത് നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ എന്താണ്, നമുക്കിവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയതിന് ശേഷം എന്ത് നോക്കുക, നെക്സ്റ്റ് ഒരു ഓർഡർ ബ്ലോക്ക് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് ക്രിയേറ്റ് ആയി എന്ന് നിങ്ങൾ വിചാരിക്കുക. ആ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എൻട്രി നിങ്ങൾക്ക് പുഷ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ഒരു ട്രെൻഡ് വൈസും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് മാർക്കറ്റ് റിവേഴ്സ് ആയതിനു ശേഷമുള്ള ഒരു എൻട്രി സ്റ്റൈലുമാണ്. ഓക്കെ, അപ്പം രണ്ട് കാര്യവും നിങ്ങൾക്ക് ഞാൻ ക്ലിയർ ആയി പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എ വെരി സ്മാൾ ഓർഡർ ബ്ലോക്ക് ഓൺ ലോവർ ടൈം ഫ്രെയിം. ഒരു ലോവർ ടൈം ഫ്രെയിമിൽ നമ്മളുടെ എന്താണ് ആ ഒരു ഓർഡർ ബ്ലോക്ക് വളരെ ചെറുതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ വളരെ ചെറുതായിട്ടുള്ളൊരു ഓർഡർ ബ്ലോക്ക് ആണെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് കുറച്ചധികം ഒന്ന് താഴ്ത്തി വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഫ്ലക്ച്വേഷനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ഓക്കെ, ചിലപ്പോൾ ഒന്ന് ടക്കെന്ന് പറഞ്ഞൊന്ന് അടിച്ച് സ്റ്റോപ്പ് ലോസ് അടിച്ച് മാർക്കറ്റ് മൂവ് ചെയ്ത് നമ്മൾ ആ വ്യൂവിനനുസരിച്ച് മാർക്കറ്റ് അങ്ങ് കയറി പോകും. അപ്പോൾ ഓർഡർ ബ്ലോക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് താത്തു വെച്ചാൽ അത്രയും ബെറ്റർ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വലിയ ഒരു ഓർഡർ ബ്ലോക്കാണ്, എ വെരി ലാർജ് ഓർഡർ ബ്ലോക്ക് ഓൺ ദ ലോവർ ടൈം ഫ്രെയിം. ആ ഒരു ലോവർ ടൈം ഫ്രെയിംസിൽ വളരെ വലിയൊരു ഓർഡർ ബ്ലോക്ക് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ആ ഒരു മിഡിൽ പോർഷനിൽ നിന്നും ഏകദേശം ഒരു 50% നിന്നും ആ ഒരു എൻട്രി നിങ്ങൾ പുഷ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണ്, നിങ്ങളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ അത്രത്തോളം ബെറ്റർ ആയിരിക്കും. നിങ്ങളുടെ ഇമോഷൻസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു വലിയ ഓർഡർ ബ്ലോക്കും അതുപോലെ തന്നെ ഒരു ചെറിയ ഓർഡർ ബ്ലോക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഇനി മൾട്ടിപ്പിൾ ഓർഡർ ബ്ലോക്ക്, അതായത് മാർക്കറ്റ് മൂവ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു FEG ഉണ്ട്. FEG ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയി. അപ്പോൾ ഇവിടെ എത്ര ഓർഡർ ബ്ലോക്ക് ഉണ്ട്? ഇവിടെ ഒരു 3 ഓർഡർ ബ്ലോക്കുകളുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും മൾട്ടിപ്പിൾ ഓർഡർ ബ്ലോക്ക് വരുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള കൺഫർമേഷൻ എടുക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്യുക. ഓക്കെ, ആ ഒരു രീതിയിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ റിസ്ക് മാനേജ് ചെയ്യുകയും പ്രോപ്പറായിട്ടുള്ള കൺഫർമേഷൻ എടുക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളിപ്പോൾ ഒരു 3 ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഇവിടെ കാണുന്ന പോലെ മൾട്ടിപ്പിൾ ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ ഉറപ്പായിട്ടും കിട്ടുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ആ ഒരു സ്റ്റോപ്പ് ലോസുകളിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനും പറ്റും. അതായത് പ്രോപ്പറായിട്ടുള്ള കൺഫർമേഷൻ. ഞാൻ നിങ്ങൾക്ക് നേരത്തെ തന്നെ EMA, ഓക്കെ, എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്, അതുപോലെ തന്നെ RSI, ഓക്കെ, അതുപോലുള്ള കുറച്ചധികം കൺഫർമേഷൻ രീതികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മൾട്ടിപ്പിൾ സ്ട്രാറ്റജികൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങളെടുത്ത് ഇവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യും, എവിടെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ. ഓക്കെ, അപ്പം അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്താൽ നമ്മളിവിടെ നേരത്തെ ഒരു ഗോൾഡ് പ്ലസ് RSI എന്നും പറഞ്ഞ് നമ്മളൊരു സ്ട്രാറ്റജി നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം അവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു റിസ്ക് റിവാർഡ്
ഒരു റിസ്ക് മാനേജ്മെൻറ്റ് രീതിയുണ്ട്. ഓക്കെ, ആ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് രീതി പോലെ നിങ്ങൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിൽ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ബെറ്റർ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ആ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ നിങ്ങൾക്ക് ഹെവി ആയിരിക്കും, നിങ്ങൾ അത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും, നിങ്ങൾ ഒരിക്കലും ലൂസിൽ പോകത്തില്ല. ഓക്കെ, അപ്പം ആ രീതിയിൽ നിങ്ങൾ എന്താണ് ഒരു മൾട്ടിപ്പിൾ ഓർഡർ ബ്ലോക്കുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു EUR/USD 1 hour ചാർട്ട് കാണാൻ പറ്റും. ഈ ഒരു 1 hour ചാർട്ടിൽ നമ്മൾ ഹയർ ടൈം ഫ്രെയിമാണ്. 1 hour ചാർട്ടിൽ എന്ത് കാണാൻ പറ്റും? ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ എന്താണ് ഒരു ഓർഡർ ബ്ലോക്കും കാണാൻ പറ്റും. ഇവിടെ നമ്മൾ എവിടെയാണ് ഓർഡർ ബ്ലോക്ക് എടുക്കുന്നത്? ഈ ഒരു ക്യാൻഡിൽ മുതൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ എൻഡ് വരെ. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടം വരെ നമ്മളൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കും. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് കിട്ടി. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓർഡർ ബ്ലോക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയും ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ 2 ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഈ 2 ഓർഡർ ബ്ലോക്കിൽ ഏത് ഓർഡർ ബ്ലോക്കിനെയാണ് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് താഴോട്ടിറങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെയധികം ചാൻസ് കുറവാണ് ആ ഒരു ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് വന്ന് റെസ്പെക്റ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് കാണുകയും ചെയ്യാം 1 hourൽ എന്താണ് മാർക്കറ്റ് ആ ഒരു ഓർഡർ ബ്ലോക്കിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല, മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് താഴോട്ടിറങ്ങി വന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താണ് ഒരു ഓർഡർ ബ്ലോക്ക് കാണാൻ പറ്റും. എന്താണ് ഈ ഒരു ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി മാർക്കറ്റ് ആ ഒരു ഫസ്റ്റ് ഓർഡർ ബ്ലോക്കിനെ മാർക്കറ്റ് ഇവിടെ വന്ന് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഫസ്റ്റ് ഓർഡർ ബ്ലോക്കിനെ മാർക്കറ്റ് ഇവിടെ വന്ന് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളതൊരു 5 minutesലോട്ട് കൺവേർട്ട് ചെയ്തു. 5 minutesലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് കിട്ടി. എന്താണ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് കിട്ടി. അങ്ങനെ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഈ ഒരു എൻട്രി സ്ട്രാറ്റജിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൺഫർമേഷനാണ്. ഓക്കെ, ഇവിടെ നമ്മൾ മാർക്കറ്റ് 1 hourൽ ആ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്നിറങ്ങി. ഓർഡർ ബ്ലോക്കിൽ വന്നിറങ്ങിയതിന് ശേഷം നമ്മൾ എന്തിനു വെയിറ്റ് ചെയ്യുന്നു? ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് വേണ്ടി വീണ്ടും വെയിറ്റ് ചെയ്യുകയാണ് 5 minutesൽ. ഓക്കെ, ആ ഒരു 5 minutesൽ നമുക്ക് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. ഇവിടെ ആ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ ഒരു നെക്സ്റ്റ് ഒരു ഓർഡർ ബ്ലോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ആ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്താണ് ആ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മാർക്കറ്റ് ആ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തില്ല. മാർക്കറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നതിന് ശേഷം മാർക്കറ്റ് പമ്പ് ചെയ്ത് പോയി. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു എൻട്രി നോക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയി. സോ നമ്മൾ ഇവിടെയും ഒരു എൻട്രി നോക്കുന്നുണ്ട്. മാർക്കറ്റ് വന്ന് റെസ്പെക്റ്റ് ചെയ്യുന്നോ എന്നുള്ള കാര്യം നമ്മൾ നോക്കുക. ഇവിടെ നിങ്ങൾ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു പേഷ്യൻസ് ആണ്. നിങ്ങൾ എത്രത്തോളം മാർക്കറ്റിനെ ക്ഷമിച്ചു കൊണ്ട് നോക്കിയിരിക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ ആ ഒരു ആ ഒരു വിൻ റേറ്റും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം ഇവിടെ എന്താണ് മാർക്കറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നതിന് ശേഷം മാർക്കറ്റ് പമ്പ് ചെയ്ത് മുകളിലോട്ട് പോയി. അപ്പം പലരും ആ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി, മാർക്കറ്റ് ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്തു, മാർക്കറ്റ് പമ്പ് ചെയ്യും, മുകളിലോട്ട് പോകും. ഓക്കെ, ആ ഒരു രീതിയിൽ ചിലപ്പോൾ ഈ ഒരു റേഞ്ചിലൊക്കെ എൻട്രി എടുക്കുന്നവരാണ്. നമ്മളൊരു പ്രൊഫഷണൽ സ്റ്റൈലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ പ്രൊഫഷണലായിട്ടൊരു എൻട്രി നോക്കുകയാണെങ്കിൽ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, നമ്മൾ എൻട്രി എടുത്തിട്ടില്ല. നമ്മളിപ്പോഴും എൻട്രി എടുത്തിട്ടില്ല. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, വെയിറ്റ് ചെയ്യുക. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തില്ല, പമ്പ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വന്നു. ഈ ഒരു താഴത്തെ ഓർഡർ ബ്ലോക്കിനെ മാർക്കറ്റ് വന്ന് റെസ്പെക്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഇവിടുന്ന് എൻട്രി എടുത്തവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് പലരും എന്തായി കാണും? എക്സിറ്റ് ആയി കാണും. ഓക്കെ, അപ്പോൾ റീറ്റെയിൽ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ബിഗിനർ ട്രേഡേഴ്സ് എന്ന് പറയുന്നവരുടെ മൈൻഡ് സെറ്റ് എത്രയാണ്? ഓക്കെ, അപ്പം ഈ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് വന്ന് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ, റിജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിലാണെങ്കിൽ കൂടി എൻട്രി നിങ്ങൾക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അവിടെ നിന്ന് എൻട്രി പുഷ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നെക്സ്റ്റ് അവിടെ നിന്ന് മൂവ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു FEG നിങ്ങൾക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ആയിരിക്കുന്നതും കാണാൻ പറ്റും. ആ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു എൻട്രി നിങ്ങൾക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഈ രീതിയിലാണ് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ എൻട്രികൾ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ എന്തൊക്കെ കണ്ടു? ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് വന്ന് റെസ്പെക്റ്റ് ചെയ്തില്ല, ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ മാർക്കറ്റ് വന്ന് റെസ്പെക്ട് ചെയ്തു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു, നമ്മൾ എൻട്രി പുഷ് ചെയ്തു. ഇവിടുന്ന് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിൽ വന്ന് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തപ്പോൾ നമ്മൾ നെക്സ്റ്റ് എൻട്രിയും പുഷ് ചെയ്തു. അപ്പം ഈ രീതിയിലാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുന്നതും എൻട്രി എടുക്കുന്നതും. അപ്പം ഈ ഒരു സ്ട്രാറ്റജിയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആക്കാം, റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കോട് വീണ്ടും കാണാം. അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് പുതിയ ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.